എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ ഛായാചിത്രത്തിലെ രൂപത്തിൽ കാണപ്പെട്ട് ഈശോ എന്നോട് പറഞ്ഞു, ഈ പ്രവൃത്തികൾ എൻ്റേതാണെന്നും ഞാൻ ഉപയോഗിക്കുന്ന ഒരു എളിയ ഉപകരണമാണ് നീയെന്നും കുമ്പസാരക്കാരനോട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, അങ്ങ് കൽപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി മുതൽ ഞാൻ പ്രവർത്തിക്കുകയില്ല. കാരണം എൻ്റെ കുമ്പസാരക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഒരു മായാദർശനമാണെന്നും അതുകൊണ്ട് അങ്ങ് കൽപ്പിക്കുന്നതൊന്നും അനുസരിക്കരുതെന്നുമാണ്. ഇപ്പോൾ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുകയില്ല. എൻ്റെ കുമ്പസാരക്കാരനെ അനുസരിക്കുന്നതിനാൽ എൻ്റെ നാഥ എന്നോട് ക്ഷമിക്കണം. കാരണം ഒന്നും ചെയ്യുവാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നിട്ടില്ല. ഈശോയെ, വളരെ താഴ്മയോടെ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഇതുമൂലം ഞാൻ വളരെയേറെ സഹിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനവുമില്ലല്ലോ. ഈശോയെ, കുമ്പസാരക്കാരൻ അങ്ങയുടെ ആജ്ഞകൾ പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരിക്കുകയാണ്. ഈശോ വളരെയധികം സംതൃപ്തിയോടും ആർദ്രതയോടും കൂടി എൻ്റെ പരാതികളും വാദങ്ങളും ശ്രവിച്ചു. ഈശോയെ, ഞാൻ ആഴത്തിൽ വേദനിപ്പിച്ചു എന്നാണ് കരുതിയത്. എന്നാൽ അതിന് വിപരീതമായി അവിടുന്ന് വളരെ സംപ്രീതനായി കാരുണ്യത്തോടെ എന്നോട് സംസാരിച്ചു. ഞാൻ നിന്നോട് പറയുന്നതും ചെയ്യുവാൻ ആവശ്യപ്പെടുന്നതുമായ എല്ലാ കാര്യങ്ങളും നീ കുമ്പസാരക്കാരനോട് പറയണം. എന്നാൽ അനുവാദം ലഭിക്കുന്നത് മാത്രമേ നീ പ്രവർത്തിക്കാവൂ. ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ അരുത്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ നിമിഷം എന്നെ ശ്വാസം മുട്ടിച്ചിരുന്ന ചിന്തകളിൽ നിന്നെല്ലാം ഞാൻ മോചിതയായി. എൻ്റെ ആത്മാവ് ആനന്ദത്താലും നിശ്ചയദാർഢ്യത്താലും ആത്മധൈര്യത്താലും നിറഞ്ഞു. അല്പസമയത്തിന് ശേഷം ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ അനുഭവിച്ച സഹനങ്ങളിൽ വെള്ളിയാഴ്ച പ്രഭാതം വരെ ഞാനും പങ്കുചേർന്നു. വെള്ളിയാഴ്ച വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഈശോയുടെ പീഡാനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു. ആ ദിവസം ഫാദർ ബുക്കോസ്കി ഡർഡയിൽ നിന്ന് വന്നപ്പോൾ ഏതോ അതിസ്വാഭാവിക ശക്തി എന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാനായി നയിച്ചു. എന്നിൽ സംഭവിക്കുകയും ഈശോ എന്നോട് സംസാരിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ഞാൻ തുറന്നു പറഞ്ഞു. അദ്ദേഹം തീർത്തും വ്യത്യസ്തമായ വിധത്തിൽ എന്നോട് പറഞ്ഞു, സഹോദരി, ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. നിനക്കൊരാപത്ത് സംഭവിക്കുകയില്ല. എന്തെന്നാൽ ഈശോ മിശിഹ അത് അനുവദിക്കുകയില്ല. അവിടുത്തെ പദ്ധതികൾ പൂർത്തിയാക്കുവാൻ ദൈവം തന്നെ മാർഗം കാണിച്ചു തരും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ അനുസരണയോടെ എളിയ മനോഭാവത്തിൽ തന്നെ നിലനിൽക്കുക. മദർ ജനറലിനോട് എല്ലാ കാര്യങ്ങളും പറയുവാനുള്ള ഈ തുറവിയും ആത്മാർത്ഥതയും എപ്പോഴും ഉണ്ടായിരിക്കണം. മായാദർശനങ്ങൾ വഴി വിശുദ്ധാത്മാക്കൾക്ക് പോലും കഷ്ടതകൾ ആഴ്ന്നിട്ടുള്ളതുകൊണ്ടും ഇത് സാത്താൻ്റെ കാപ്പട്യത്തിൽ നിന്ന് തൻ്റെ തന്നെ ഉള്ളിൽ നിന്നും വരാമെന്നുള്ളതുകൊണ്ടും നീ വളരെ ജാഗരൂകരായിരിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. കർത്താവ് ഇതുമൂലം കോപിച്ചിട്ടില്ല എന്ന കാര്യം സഹോദരിക്ക് മനസ്സിലായല്ലോ. അതിനാൽ ഇതുവരെ പോയതുപോലെ തന്നെ മുന്നോട്ട് പോകുക. സഹോദരിയുടെ സാധാരണ കുമ്പസാരക്കാരൻ്റെ ഫാദർ സൊപ്പോച്കോയുടെ അടുത്ത് സഹോദരിക്ക് ഇപ്പോൾ സംഭവിച്ചതെല്ലാം പറയാവുന്നതാണ്. ഈ സംഭവത്തോടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ലഭിക്കുന്നതിനായി എന്നെ കുമ്പസാരിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാതെ കുമ്പസാരത്തിനണഞ്ഞപ്പോൾ എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ട ദൈവിക ജ്ഞാനവും പ്രകാശവും ലഭിക്കാൻ വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. സഹോദരി നൊവേന തുടർച്ചയായി നടത്തണം. ദൈവം ഈ കൃപ നൽകാതിരിക്കുകയില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് കുരിശ് തറയ്ക്കപ്പെട്ട അവസ്ഥയിൽ ഈശോ എനിക്ക് കാണപ്പെട്ട് എന്നെ നോക്കി ഉരുവിട്ടു. എനിക്ക് ദാഹിക്കുന്നു. ഛായാചിത്രത്തിൽ കാണപ്പെടുന്നത് പോലെ 2 കിരണങ്ങൾ, ചുവപ്പും വെള്ളയും, ഈശോയുടെ പാർശ്വത്തിൽ നിന്ന് ബഹിർഗമിക്കുന്നതായി ഞാൻ കണ്ടു. കഠിന പാപികളുടെ രക്ഷയ്ക്കായി എന്നെ തന്നെ ഇല്ലായ്മ ചെയ്ത് ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള അടക്കാനാവാത്ത അഭിനിവേശം എന്നിൽ അനുഭവപ്പെട്ടു. സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്കായി കുരിശു തൂങ്ങി മരിക്കുന്ന ഈശോയോട് ചേർന്ന് ഞാൻ എന്നെ തന്നെ നിത്യപിതാവിന് കാഴ്ചവെച്ചു. നിത്യപിതാവേ, ഈശോയിലും ഈശോ വഴിയും ഈശോയോടും കൂടിയാണ് ഞാൻ അങ്ങയോട് ബന്ധപ്പെടുന്നത്. പെസഹ വ്യാഴാഴ്ച ഈശോ അനുഭവിച്ച സഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പീഡകളാണ് വെള്ളിയാഴ്ച അവിടുന്ന് ആത്മാവിൽ അനുഭവിച്ചത്. ഏപ്രിൽ 12, 1936 ഉയർപ്പ് തിരുനാളിലെ വിശുദ്ധ കുർബാന ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ ആത്മാവ് അതിൻ്റെ ഏക സമ്പത്തായ ദൈവത്തിൽ ആമഗ്നയായി. അവിടുത്തെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞു കവിഞ്ഞു. നാഥനും ഗുരുവുമായ എൻ്റെ ഈശോയെ, ജീവിതത്തിൻ്റെ ഈ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ.
ഞാൻ മനുഷ്യരിൽ നിന്നൊരു സഹായവും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാ ആശ്രയവും അങ്ങിൽ അർപ്പിക്കുന്നു. ഞാൻ തനിച്ചാണെങ്കിലും ഭയാശങ്കകൾക്ക് അടിമയാണെങ്കിലും എൻ്റെ നാഥ, ഞാൻ അവിടുത്തെ തിരുഹിതം നിറവേറ്റട്ടെ. ജീവിതത്തിലും മരണത്തിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി വിശ്വസ്തയോടെ അത് പൂർത്തിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക. എനിക്ക് അവിടുത്തെ കരുണാർദ്രമായ തിരുഹൃദയത്തിൽ അഭയം നൽകിയാൽ മാത്രം മതി. ഓ എൻ്റെ നാഥ ഈശോയെ, അനാദിയിലെ അവിടുന്ന് നിശ്ചയിച്ചുറപ്പിച്ച അവിടുത്തെ തിരുഹിതം എന്നിൽ പൂർത്തിയാക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ തിരുവിഷ്ടം അറിയുവാനായി ഞാനിതാ കാത്തിരിക്കുന്നു. അതിനായി എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഓ ദൈവമേ, അവിടുത്തെ മഹത്വമല്ലാതെ മറ്റൊന്നും ഞാൻ അഭിലഷിക്കുന്നില്ല എന്ന് എൻ്റെ ആത്മാവിൽ നിറയുന്ന അങ്ങറിയുന്നുവല്ലോ. ഓ ദൈവ തിരുമനസ്സേ, എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമേ, ആത്മാവിൻ്റെ പോഷണമേ, ബുദ്ധിയുടെ പ്രകാശമേ, ഇച്ഛാശക്തിയുടെ ഉറവിടമേ, എൻ്റെ നാഥ, ഞാൻ അവിടുത്തെ തിരുമനസ് സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ശക്തി എന്നിൽ പ്രവർത്തിക്കുകയും എൻ്റെ ചഞ്ചല പ്രകൃതിയെ ബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ഓരോ ദിവസവും ദൈവേഷ്ടം മാത്രം പൂർത്തിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ അപ്രാപ്യനായ ദൈവമേ, അവിടുത്തെ കരുണ എത്രയോ മഹോന്നതമാണ്. മാനുഷികവും അമാനുഷികവുമായ ബുദ്ധിക്ക് അതീതമാണത്. അവിടുത്തെ കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണല്ലോ മാലാഖമാരും മനുഷ്യരും അസ്തിത്വം സ്വീകരിച്ചത്. സ്നേഹമാകുന്ന ചെടിയുടെ പുഷ്പമാണ് കരുണ. ദൈവസ്നേഹമാണ് കരുണ. അവിടുത്തെ സ്വഭാവമാണ്. സ്നേഹത്തിൽ അത് ഉരുവാക്കപ്പെട്ടു, കരുണയിൽ അത് വെളിവാക്കപ്പെട്ടു. ഞാൻ ദർശിക്കുന്നതെല്ലാം എന്നോട് ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയും അവിടുത്തെ അഗാധമായ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നീതി സ്നേഹത്തിൽ നിന്നാണ് ഉദ്ഭുതമാകുന്നത്. ഞാൻ ശ്രദ്ധിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വാക്കുണ്ട്. അതാണ് എനിക്കെല്ലാം. അതിൽ ഞാൻ വസിക്കുന്നു, അതിൽ ഞാൻ മരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം എന്നതാണ് ആ വാക്ക്. അതാണ് എൻ്റെ അനുദിന പൂജ്യം. എൻ്റെ മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധവും എൻ്റെ ശക്തിക്ക് അതീതവുമെന്ന് തോന്നിയാലും ഓരോ നിമിഷവും ദൈവസ്വരത്തിനായി കാതോർത്ത് അതിനായി എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കാരണം ഞാൻ എന്നിൽ തന്നെ എന്താണെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും എന്നെ താങ്ങിക്കൊള്ളുമെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഏപ്രിൽ 25, 1936. വാലൻസൂഫ്. ഇന്ന് രാവിലെ മുതൽ എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് പോലെ ഒരിക്കലും അനുഭവിക്കാത്ത വിധത്തിൽ ആന്തരിക പീഡ എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. ദൈവനീതിയുടെ മുമ്പിൽ ഞാൻ തനിച്ച് നിർത്തപ്പെട്ട പോലെ അവിടുത്തെ സാന്നിധ്യം എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങി. എൻ്റെ ആത്മീയ പിതാവിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം അകലെയായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. പരിശുദ്ധ കുമ്പസാരത്തിലൂടെ സമാധാനം വീണ്ടെടുക്കാമെന്ന് കരുതി കുമ്പസാരത്തിന് അണഞ്ഞുവെങ്കിലും എൻ്റെ ആത്മീയ സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ വൈദികൻ ഭയപ്പെട്ട് ബാക്കി കുമ്പസാരം ശ്രവിക്കുവാൻ വിമുഖത കാണിച്ചു. അതെനിക്ക് കൂടുതൽ വേദനയ്ക്ക് കാരണമായി. ഇനി മുതൽ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുക്കൽ മാത്രമേ ചെറുതും വലുതുമായ എൻ്റെ എല്ലാ ആത്മീയ കാര്യങ്ങളും തുറന്നു പറയുകയുള്ളൂവെന്നും അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്നും ഞാൻ നിശ്ചയിച്ചു. കുമ്പസാരം പാപങ്ങൾ ഏറ്റുപറയുന്നത് മാത്രമാണെന്നും ആത്മീയ ഉപദേശം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ആത്മാവിൽ ആദ്യമായി അനുഭവപ്പെട്ട അതിസ്വാഭാവിക അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ പറയാം. കുമ്പസാരക്കാരൻ്റെ ഉപദേശം ഒന്നും തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ക്രൂശിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പീഡാനുഭവത്തിലാണ് നീ പ്രകാശവും ശക്തിയും തേടേണ്ടത്. കുമ്പസാരത്തിന് ശേഷം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചപ്പോൾ അവിടുത്തെ പീഡകളുടെ മുമ്പിൽ എൻ്റെ വേദന യാതൊന്നുമല്ലെന്ന് ഞാൻ ഗ്രഹിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഒരു അപൂർണതയാണ് ഈ അതിഭയങ്കരമായ വേദനയ്ക്ക് കാരണമെന്നും ഞാൻ മനസ്സിലാക്കി. ആഴമായ അനുതാപത്താൽ എൻ്റെ ആത്മാവ് നിറഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞാൻ ദൈവത്തിൻ്റെ അത്യഗാധമായ കരുണക്കടലിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. ഞാൻ അനുഭവിക്കുന്നത് വാക്കുകൾക്ക് അതീതമാണ്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ കരകാണാ കടലിലെ ഒരു ചെറിയ തുള്ളിയായി ഞാൻ മാറി. മെയ് 11, 1936. ഞാൻ
ക്രാക്കോവിൽ എത്തിച്ചേർന്നപ്പോൾ ഈശോ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. ഒരിക്കൽ ഫാദർ ആൻഡ്രാഷിനോട് എല്ലാ കാര്യങ്ങളും പറയുവാനിടയായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: സഹോദരി, ഈശോയുടെ എത്രയും മാധുര്യമുള്ള തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം വരെ എന്തെങ്കിലും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കൂ. അന്നേ ദിവസം ഞാൻ ഉത്തരം പറയാം. എന്നാൽ ഒരു ദിവസം എൻ്റെ ആത്മാവിൽ ഒരു സ്വരം ശ്രവിച്ചു: ഒന്നിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ നിമിഷം മുതൽ ഒരു തിടുക്കം എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അതിനാൽ തിരുഹൃദയ തിരുനാൾ വരെ കാത്തിരിക്കാതെ കുമ്പസാരത്തിൻ്റെ സമയത്ത് ഞാൻ ഉടനെ തന്നെ ഈ സന്യാസ സഭയിൽ നിന്ന് പുറത്ത് പോവുകയാണെന്ന് വെളിപ്പെടുത്തി. അച്ഛൻ പറഞ്ഞു: സഹോദരി, പുറത്തു പോകാനുള്ള തീരുമാനം സ്വയം എടുത്തതിനാൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും സ്വയം വഹിക്കണം. എങ്കിൽ പോവുക. ദൈവഹിതം പൂർത്തിയാക്കാനായി സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോകാൻ എനിക്ക് സന്തോഷമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ദൈവസാന്നിധ്യം എന്നെ പെട്ടെന്ന് വിട്ടുപോവുകയും എൻ്റെ ആത്മാവ് വലിയൊരു അന്ധകാരത്തിലാവുകയും ചെയ്തു. എനിക്ക് പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കാതെയായി. ഇങ്ങനെ പെട്ടെന്ന് ദൈവിക സഹവാസം എനിക്ക് നഷ്ടപ്പെട്ടതിനാൽ അച്ഛനുമായി സംസാരിക്കുന്നത് വരെ കാര്യങ്ങൾ നീട്ടിവയ്ക്കാമെന്ന് ഞാൻ കരുതി. ഇതുപോലുള്ള അനുഭവങ്ങൾ ആത്മാവിൽ സാധാരണ സംഭവിക്കുന്നതാണെന്നും മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇത് തടസ്സമാവുകയില്ലെന്നും ഫാദർ ആൻഡ്രാഷ് അഭിപ്രായപ്പെട്ടു. ഞാൻ മദർ ജനറലിനോട് എനിക്ക് സംഭവിച്ചതെല്ലാം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: സഹോദരിയെ, ഞാൻ തിരുസക്രാരിയിൽ ഈശോയോടൊപ്പം ബന്ധിക്കുകയാണ്. അവിടെ നിന്ന് നീ എവിടെ പോയാലും അത് ദൈവഹിതമായിരിക്കും. ജൂൺ 19 തിരുഹൃദയ തിരുനാൾ ദിവസം ഈശോ സഭക്കാരുടെ അടുത്ത് തിരുഹൃദയ പ്രദർശനത്തിന് പോയപ്പോൾ സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് ഛായാചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലുള്ള 2 കിരണങ്ങൾ, ചുവപ്പും വെള്ളയും, തിരുവോസ്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി എനിക്ക് കാണപ്പെട്ടു. ദൈവത്തിനു വേണ്ടിയുള്ളൊരു വലിയ അഭിലാഷം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ജൂൺ 1936 ഫാദർ ആൻഡ്രാഷുമായുള്ള സംഭാഷണം. വളരെ വിഷമമേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഈ കാര്യങ്ങളിൽ നിന്റെ ഒന്നാമത്തെ ആത്മീയ നീന്താവ് പരിശുദ്ധാത്മാവായിരിക്കും. നിനക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ നിന്റെ യഥാർത്ഥ ഉപദേഷ്ടാവ് പരിശുദ്ധാത്മാവായിരിക്കും. നീ സ്വയം ഈ സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചതിനാൽ ഞാൻ നിന്നെ വിലക്കുകയോ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയോ ചെയ്യുകയില്ല. നീ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. സഹോദരി, ഞാനിത് പറയുന്നത് നിനക്ക് പ്രവർത്തിക്കാൻ തുടങ്ങാമെന്നുള്ളത് കൊണ്ടാണ്. നിനക്ക് ഇത് പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് പൂർത്തിയാക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ സാധ്യമാകേണ്ടതാണ്. കാരണം സഹോദരി, ഇതുവരെയും ക്രാക്കോവിൽ 1933 നിത്യവ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് മുതൽ എന്നോട് വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അത് തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇക്കാര്യങ്ങൾ സഹോദരി വളരെ ജാഗരൂകരായിരിക്കണം. വളരെയധികം പ്രാർത്ഥിക്കണം. എനിക്കും ആവശ്യമായ ആത്മീയ പ്രകാശം ലഭിക്കാൻ പ്രാർത്ഥിക്കുക. ഫാദർ ആൻഡ്രാഷ് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് ഉണ്ണീശോ എനിക്ക് പ്രത്യക്ഷനായി. എല്ലാ കാര്യങ്ങളിലും അച്ഛനെ ആശ്രയിക്കണമെന്ന് പറഞ്ഞു. വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും നീ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യവും എന്നെ പ്രീതിപ്പെടുത്തുകയില്ല. ആശ്രയത്വത്തിൻ്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഓ എൻ്റെ ഈശോയെ, അവിടുത്തെ കരുണയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിനായി അവസാന വിധി ദിവസം നീ എന്നോട് കണക്ക് ചോദിക്കുമല്ലോ. അവിടുന്ന് നീതിമാനായ വിധിയാളനാണെങ്കിലും അവിടുന്ന് എൻ്റെ പ്രാണപ്രിയനുമാണ്. അവിടുത്തെ തിരുവിഷ്ടം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണമേ. ഓ ദൈവിക സുഹൃതമേ, അനന്തകാരുണ്യമേ, എൻ്റെ പ്രതിശുദ്ധപരനായ ഈശോയുടെ എത്രയും ദയയുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ജൂലൈ 16 കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ദൈവനീതിയുടെ ഭാരത്താൽ എൻ്റെ ആത്മാവ് ഞെരിഞ്ഞമർന്നു. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ എന്നെ സ്പർശിച്ചു. ജൂലൈ 17 ഓ എൻ്റെ ഈശോയെ, എത്രമാത്രം കഷ്ടതകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഞാൻ സമചിത്തതയോടെ ഇക്കാര്യത്തിനു വേണ്ടി അഭിമുഖീകരിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. പുറമേ ആത്മാർത്ഥത നടിച്ചുവെന്ന് പരിഹസിക്കുന്നത് എത്രയോ ആഴത്തിൽ വേദനിപ്പിക്കുന്നു. ഇതെല്ലാം എൻ്റെ ശക്തിക്ക് അതീതമാണ്. എന്നാൽ നാഥ, അങ്ങയോടൊപ്പം ഞാനെന്തിനും ശക്തയാണ്. ജൂലൈ 22 ഓ എൻ്റെ ഈശോയെ, ഒരു വ്യക്തിയുടെ മഹത്വം പ്രകാശിതമാകുന്നത് വാക്കുകളിലോ വികാരങ്ങളിലോ അല്ല, പ്രത്യുത പ്രവൃത്തികളിലാണല്ലോ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നാം എങ്ങനെയുള്ളവരാണെന്ന് തെളിയിക്കുന്നു.
എൻ്റെ ഈശോയെ, വെറുതെ ദിവാസ്വപ്നം കണ്ട് സംതൃപ്തയാകാതെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്നതിനുള്ള ശക്തിയും ആത്മധൈര്യവും എനിക്ക് നൽകണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ എന്നെ അരക്ഷിതാവസ്ഥയിൽ ഉപേക്ഷിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിലും അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ജൂൺ. എൻ്റെ ഈശോയെ, പുതിയ സന്യാസ സഭയുടെ സ്ഥാപനം സാക്ഷാത്കൃതമാകുമെന്ന് അങ്ങ് നൽകിയ ഉറപ്പിൽ ഞാൻ വളരെയധികം ആഹ്ലാദഭരിതയാണ്. അതേക്കുറിച്ച് സംശയത്തിൻ്റെ ലാഞ്ചന പോലും ഇനി എനിക്കില്ല. ഇതുവഴി സംജാതമാകുന്ന ഉന്നതമായ ദൈവമഹത്വമാണ് ഞാൻ കാണുന്നത്. ഇത് അവിടുത്തെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകരുണയെ പ്രതിഫലിപ്പിക്കും. അവർക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും അവർ അനുസ്യൂതം ദൈവകരുണയ്ക്കായി യാചിച്ചു കൊണ്ടിരിക്കും. അവരിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം കരുണയുടെ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവമാകുന്നത്. അവർ അനുഭവിക്കുന്ന ഈ ദൈവകരുണയുടെ നീർച്ചോലയിലേക്ക് മറ്റുള്ളവരെയും ആനയിച്ച് ദൈവത്തിൻ്റെ അനന്ത നന്മയിൽ ശരണം വയ്ക്കുവാൻ സഹായിക്കുന്നത് വഴി അവർ ദൈവത്തിൻ്റെ അനന്ത കരുണയെ ലോകത്തിൽ കൂടുതൽ പ്രശോഭിതമാക്കും. നയനമനോഹരമായ ഒരു ഉദ്യാനത്തിൽ നിഗൂഢമായ ഒരു തേനീച്ചക്കൂട് പോലെയായിരിക്കും തിരുസഭയിൽ ഈ സന്യാസ സഭയുടെ സ്ഥാനം. പാപാവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് ദൈവകരുണയാകുന്ന തേൻ പ്രദാനം ചെയ്യാനായി സഹോദരിമാർ തേനീച്ചകളെ പോലെ അധ്വാനിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ മെഴുക് ദൈവമഹത്വമായി ഉന്നതങ്ങളിലേക്ക് ജ്വലിച്ചുയരുകയും ചെയ്യും. ജൂൺ 29, 1936. ദൈവത്തിൻ്റെ തിരുഹിതം കൂടുതൽ വ്യക്തമാകുന്നതിനായി ഒരു നൊവേന നടത്തുവാൻ ഫാദർ ആൻഡ്രാഷ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ശാരീരിക തപശ്ചര്യകളോടുകൂടി വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നൊവേനയുടെ അവസാന ദിവസങ്ങളിൽ വലിയൊരു ആത്മീയ പ്രകാശവും പുതിയ സന്യാസ സഭ നിലവിൽ വരുമെന്നും അതിൽ ദൈവം സംപ്രീതനാണെന്നുമുള്ള ഉറപ്പും എനിക്ക് ലഭിച്ചു. വലിയ കഷ്ടതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിലും അഭൗമികമായ ഒരു സമാധാനവും ശക്തിയും എനിക്ക് അനുഭവപ്പെട്ടു. ദൈവഹിതത്തെ എതിർക്കാനോ ഇല്ലാതാക്കാനോ ഒന്നിനും സാധിക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. തടസ്സങ്ങളുടെയും പീഡനങ്ങളുടെയും എല്ലാവിധ സഹനങ്ങളുടെയും സ്വാഭാവികമായുണ്ടാകാവുന്ന വൈമുഖ്യങ്ങളുടെയും ഭയത്തിൻ്റെയും നടുവിലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം പൂർത്തീകരിക്കണമെന്ന് എനിക്ക് വ്യക്തമായി. പുണ്യപൂർണതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് ദൈവത്തിരുമനസ്സ് നിറവേറ്റുന്നതിലാണെന്ന് എനിക്ക് വ്യക്തമായി. വിശുദ്ധിയുടെ പൂർണ്ണത ദൈവഹിതത്തിന് പൂർണ്ണമായും അർപ്പിക്കുന്നതിലാണ് എന്നതിൽ സംശയത്തിനിടമില്ല. ദൈവിക പ്രകാശം ലഭിച്ച് അവിടുത്തെ തിരുഹിതം മനസ്സിലാക്കിയിട്ടും അത് നിറവേറ്റാത്തത് സർവശക്തനായ ദൈവത്തോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ്. ഇങ്ങനെയുള്ള ആത്മാവ് ദൈവത്താൽ തിരസ്കരിക്കപ്പെടാൻ അർഹയാണ്. പ്രകാശത്തിലായിരുന്നിട്ടും ദൈവഹിതം നിറവേറ്റാതിരുന്ന ലൂസിഫറിനെയാണ് അത് പ്രതിഫലിക്കുന്നത്. വളരെ വലിയ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ പോലും എനിക്കറിയാവുന്ന വിധം ദൈവതിരുഹിതം വിശ്വസ്തയോടെ ഇതുവരെയും നിറവേറ്റിയത് നോക്കിക്കണ്ടപ്പോൾ അതിസ്വാഭാവികമായ ഒരു സമാധാനം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ഓ ഈശോയെ, എൻ്റെ ദൈവമേ, അവിടുത്തെ തിരുമനസ്സ് ഞാൻ അറിയുന്നതിനാൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ.